ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സൽ ആണ്. മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻവോയ്സിൻ്റെ ഫോർമാറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്കൊരു സിമ്പിൾ ഇൻവോയ്സ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ കുറച്ച് സ്ഥലം ഒഴിവാക്കുക. നമുക്ക് ഹെഡിങ്ങും അതേപോലെ കമ്പനി നെയിമും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഭാഗം ഒഴിവാക്കിയിട്ട് കുറച്ച് താഴേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോളംസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഐറ്റം കോളം, സീരിയൽ നമ്പർ, എമൗണ്ടൊക്കെ അടിക്കാനുള്ള ആ കോളം ആദ്യം ക്രിയേറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് മുകളിൽ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് സീരിയൽ നമ്പർ എന്നുള്ള ഒരു കോളം ഫസ്റ്റ് എൻ്റർ ചെയ്തു ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒന്നുകൂടെ സിമ്പിളായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഐറ്റം എന്നുള്ള ഒരു കോളം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഐറ്റം എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്വാണ്ടിറ്റി എന്ന ഒരു കോളം വേണം. അതിനുശേഷം യൂണിറ്റ് പ്രൈസ് എന്നുള്ള ഒരു കോളം, അതിനുശേഷം എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എന്നുള്ളൊരു കോളം. ഇങ്ങനെ 5 കോളങ്ങളാണ് നമുക്ക് വേണ്ടത്. എമൗണ്ട് ഓർ ടോട്ടൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, എമൗണ്ട് എന്ന് കൊടുക്കാം. അങ്ങനെ 5 കോളംസായി. അടുത്തതായി നമുക്ക് ആ കോളത്തിൻ്റെ സൈസുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിന് ഏറ്റവും ടോപ്പ് പോയിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിൽ കോളംസിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കവിടെ ഒരു ബോർഡർ വരച്ച് കൊടുക്കണം. സീരിയൽ നമ്പർ എന്നുള്ളതൊക്കെ ഓരോ കോളംസ് ആക്കി തിരിക്കണം. അതിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വന്ന് ലൈൻ സ്റ്റൈൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വരക്കുന്ന ലൈനിന് എത്രത്തോളം ഷാർപ്പ്നെസ് വേണം, അത് കട്ടി വേണം എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് മോഡലാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമുക്കവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ബോർഡർ വരക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു പോയാൽ മതി. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ബോർഡർ വരക്കണമെന്നുണ്ടെങ്കിൽ ഇത് പറ്റില്ല. ബോർഡർ ഗൈഡ് എന്നുള്ള സെലക്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ വീണ്ടും നമുക്ക് അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡ്രോ ബോർഡർ ഗൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന എല്ലാ കോളംസും ബോർഡറായിട്ട് വരും. അവിടെ ജസ്റ്റ് ആ കോർണറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് വലിച്ചാൽ മതി. മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇപ്പോൾ അതുപോലെ കോളംസ് ആവും. നമുക്ക് എത്രത്തോളം ഒരു ഇൻവോയ്സിൽ എത്ര കോളംസ് വേണം അത്ര കോളംസ് അതിന് ശേഷം ഒരു 10-13 കോളംസ് അല്ലെങ്കിൽ 10 കോളംസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അടുത്തതായിട്ട് നമുക്ക് ഹെഡിങ്ങുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇൻവോയ്സ്, അതുപോലെ തന്നെ കമ്പനിയുടെ നെയിം, സ്ഥാപനത്തിൻ്റെ പേര്, അഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ നമ്മൾ ആദ്യം ഒരു ഇൻവോയ്സ് എന്നുള്ള ഒരു ഹെഡിങ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ ആ കോളത്തിൽ സീരിയൽ നമ്പർ എന്നുള്ള നേരെയുള്ള ആ കോളത്തിൽ നമുക്ക് ഇൻവോയ്സ് എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നമുക്ക് സെൻറ്ററിലൊക്കെ ആക്കണം ആ ഒരു ഇൻവോയ്സ് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ കറക്റ്റ് കോളംസിന് നേരെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് കാണാം, മുകളിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഇൻവോയ്സിൻ്റെ സെൻറ്ററിലായിട്ട് അത് വരും. അതിനുശേഷം അത് ബോൾഡ് ആക്കി കൊടുക്കാം. കട്ട് വേണമെന്നുണ്ടെങ്കിൽ ബോൾഡ് എന്നുള്ള ആ ഒരു ബി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ എ എന്ന് കാണുന്ന ചെറിയ ആയാൽ കുട്ടി കഴിഞ്ഞാൽ ചെറുതാക്കാനും വലിയ ആയാൽ സൈസ് വലുതാക്കാനും പറ്റും. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കണം. പേര് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സിൽ സ്ഥാപനത്തിൻ്റെ പേര്, അഡ്രസ്സ്, ബാക്കി കാര്യങ്ങൾ അതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. ഓരോ കോളത്തിലായിട്ട് സീരിയൽ നമ്പർ എന്നുള്ള ആ കോളത്തിൻ്റെ സൈഡിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ മെർജ് ആൻഡ് സെൻറ്റർ ആക്കി കൊടുക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ഓരോ കോളത്തിൽ നമ്മൾ അഡ്രസ്സ് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓരോ അഡ്രസ്സും അതുപോലെ കോൺടാക്റ്റ് നമ്പർ, പിൻകോഡ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇൻവോയ്സിൽ എന്തൊക്കെ ആവശ്യമുണ്ട്. സാധാരണയായിട്ട് അഡ്രസ്സ്, പിൻകോഡ്, ഫോൺ നമ്പർ ഇതാണ് കാണാറ്. അപ്പോൾ നമുക്കതുപോലെ ഒന്ന് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മെർജ് ആൻഡ് സെൻറ്റർ ആക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ആ കോളംസ് മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓരോ കോളംസും മെർജ് ആൻഡ് സെൻറ്റർ ചെയ്യുക. ഇനി അതുപോലെ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കമ്പനി നെയിം, അതായത് സ്ഥാപനത്തിൻ്റെ പേരുള്ളത് കുറച്ച് വലുതാക്കി കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമൽ സൈസ് മതി. അതുപോലെ തന്നെ ബോൾഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഒന്ന് ചിരിച്ചു കൊടുക്കാം. അതുപോലൊക്കെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് കോൺടാക്റ്റ് നമ്പർ കൂടെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കണം. സ്ഥാപനത്തിൻ്റെ അതുപോലെ പിൻകോഡ് അത് വേണമെങ്കിൽ അതും അടിച്ചു കൊടുക്കാം. ജസ്റ്റ് അതിൻ്റെ തൊട്ടതായ ഒരു കോൺടാക്റ്റ് നമ്പർ
കൂടെ വെച്ച് കൊടുക്കണം. താഴെ നമുക്ക് എൻ്റർ ചെയ്യാൻ കോളംസ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സീരിയൽ നമ്പർ എന്ന് കാണുന്നുണ്ടല്ലോ 1 2 3 4 5 എന്നുള്ള അവിടെ പോയി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കോളംസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. കോളംസ് കുറവാണെന്നുണ്ടെങ്കിൽ റൈറ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു കോളം കൂടെ അവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കോളംസ് കുറവാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ മൊബൈൽ നമ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് ഞാൻ 2 റോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കോളല്ല, റോ ആണ്. റോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻസേർട്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട്, കാരണം എനിക്കവിടെ 2 ഇതും കൂടെ വേണം. ഒന്ന് ഇൻവോയ്സ് നമ്പർ എന്നുള്ള ഒരു കോളം, അതുപോലെ പാർട്ടി എന്നുള്ള 2 കോളം. അടുത്തത് പാർട്ടി എന്നുള്ള ഒരു കോളം, അതായത് നമ്മൾ ആർക്കാണ് ഇൻവോയ്സ് എടുക്കുന്നത് ആ പാർട്ടിയെ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ടി എന്നുള്ള ഒരു കോളം. അതും കൂടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്കതിൻ്റെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കോളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സ്പേസ് കുറവാണെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഡേറ്റ് എന്നുള്ള ഒരു കോളം വേണം. നമുക്ക് ഇൻവോയ്സിൻ്റെ ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻവോയ്സിൽ കണ്ടൻറ്റുകൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബോർഡർ കൊടുക്കണം. ടോട്ടൽ ഒരു ബോർഡർ കൊടുക്കണം. അതുപോലെ ടോട്ടൽ കോളം കൊടുക്കണം. ആദ്യം നമുക്ക് ഇൻവോയ്സിൻ്റെ ഒരു ടോട്ടൽ കോളം അവിടെ കൊടുക്കാം. അതിനായിട്ട് താഴേക്ക് വരിക. താഴേക്ക് വന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് ആ കോളംസിൻ്റെ അവസാനമായിട്ട് ആ സീരിയൽ നമ്പർ എന്നുള്ളതിന് നേരെ നമുക്ക് ടോട്ടൽ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു സീരിയൽ നമ്പർ ഐറ്റം എന്നുള്ള 2 കോളംസ് തമ്മിൽ നമുക്ക് മെർജ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ അത് ആ 2 കോളംസ് ടോട്ടലും ഐറ്റം എന്നുള്ള ആ 2 കോളംസ് മെർജാക്കി കൊടുക്കാം. മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഏകദേശം സെൻട്രലായിട്ട് വരും. ഇനി അതിന് ശേഷം നമുക്കവിടെ ഒരു ബോർഡർ വരച്ച് കൊടുക്കണം. ആ ടോട്ടൽ ഒന്നും കൂടെ കട്ടി കൂട്ടി കൊടുക്കണം. ആദ്യം ബോൾഡാക്കി കൊടുക്കുക ടോട്ടൽ എന്നുള്ളത്. അതുപോലെ നമുക്കുള്ള ഹെഡിങ്ങുകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബോൾഡാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ടോട്ടൽ കോളം എന്നുള്ള അതിൻ്റെ ഒരു ബോർഡർ വരച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുകളിൽ കാണുന്ന ആ ഒരു പെൻസിലിൻ്റെ ചിത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് പുറത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ബോർഡർ കുറച്ച് കട്ടി കൂട്ടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ലൈൻ സ്റ്റൈൽ എന്നുള്ള അത് സെലക്ട് ചെയ്ത് കൊടുത്ത് കുറച്ച് കട്ടിയുള്ള ആരോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് റാപ്പ് ടെക്സ്റ്റ് എന്ന് കാണുന്ന അത് കൊടുക്കുക. അതിന് ശേഷം മെർജ് ആൻഡ് സെൻറ്റർ കൂടെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അത് കറക്റ്റായിട്ട് നിൽക്കും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം അത് ഡിക്ലറേഷൻ ആയതുകൊണ്ട് ചെറിയ ടെക്സ്റ്റ് മതി. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. തൊട്ടുപുറത്ത് ഓതറൈസ്ഡ് സിഗ്നേച്ചറി എന്ന് പറഞ്ഞ ഒരു കോളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് സൈസിനനുസരിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മൊത്തം ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ ഔട്ടർ ലൈനിലെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കാം. അതിന് ഇൻവോയ്സിൻ്റെ ആ കോർണറിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മൊത്തം ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഒരു കളർ പേജിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട കളേഴ്സ് നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏതെങ്കിലും ലൈറ്റ് കളേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇൻവോയ്സിൻ്റെ ഏകദേശം രൂപം ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിതിൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് കോളത്തിൽ ടോട്ടലൊക്കെ വരുന്നതിൽ അതിൻ്റെ ഒരു ഫോർമുല നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. എമൗണ്ട് കോളം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി യൂണിറ്റ് പ്രൈസിൽ എന്തെങ്കിലും ഒരു വാല്യൂ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം എമൗണ്ട് എന്ന കോളത്തിൽ ഇക്വേഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ ജസ്റ്റ് നോക്കി നോക്കുക. അറിയാത്തവർ എമൗണ്ട് എന്ന കോളത്തിൽ ആദ്യം ഈക്വൽ ടു എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഈക്വൽ ടു എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യമുള്ള 2 കോളംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തിട്ട് ഇൻറ്റു എന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം ഇൻറ്റു എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ഏത് കോളത്തിനാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ 2 സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ എന്നുള്ള ബട്ടൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ എമൗണ്ട് എന്ന കോളത്തിൽ വരും. ക്വാണ്ടിറ്റിയും യൂണിറ്റ് പ്രൈസും വെച്ചിട്ടുള്ള കാൽക്കുലേഷന് ആ എമൗണ്ട് എന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈ ഫോർമുല താഴത്തെ എല്ലാ ബോക്സിലും എല്ലാ കോളത്തിലും വരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു 20 എന്ന് കാണുന്ന ആ ഒരു എമൗണ്ട് എന്ന കോളത്തിൽ 20 എന്ന് കാണുന്നുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും കോർണറിൽ വെച്ചിട്ട് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്യുക. ആ ഒരു കോർണറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രാഗ് ചെയ്യാനുള്ള ഒരു പ്രത്യേകതര സിമ്പിൾ. അതുപോലെ ഈ കോളംസിൻ്റെ ഒക്കെ ടോട്ടൽ വരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഏത് കോളം ആണോ ആ കോളം ടോട്ടലായിട്ട് സെലക്ട് ചെയ്തിട്ട് അതുപോലെ സെലക്ട് ചെയ്യുക.
എന്നിട്ട് മുകളിൽ കാണുന്ന ഓട്ടോ സം എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ ടോട്ടൽ ഇതുപോലെ താഴെ വരും. നമുക്ക് ഈ ഒരു എമൗണ്ട് കോളത്തിൻ്റെ അതുപോലെ തന്നെ ഇനി ക്വാണ്ടിറ്റി എന്നുള്ള ആ ഒരു കോളത്തിൻ്റെയും ടോട്ടൽ ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളതും ടോട്ടൽ എമൗണ്ടിൻ്റെയും രണ്ടും ഇവിടെ ഏറ്റവും നെറ്റ് എമൗണ്ട് അവിടെ കാണാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻവോയ്സ് ആയിട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇതാണ് നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഇൻവോയ്സിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ട് ചെയ്യാം. നമുക്കിതിൽ ഇൻവോയ്സ് ഐറ്റംസ് എൻ്റർ ചെയ്തിട്ട് നമുക്കിത് വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് ചെയ്തെടുക്കാം. പ്രിൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് Ctrl+P അടിച്ച് നോക്കാം. നമുക്ക് ആ ഒരു പേജിലേക്ക് കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിവ്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് നമ്മുടെ മുകളിൽ ഇതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ബട്ടൻ്റെ മേലുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എന്ന് പറഞ്ഞ് കാണാം. അതിൻ്റെ തൊട്ട് പുറത്ത് ഒരു പ്രിവ്യൂ എന്ന് പറഞ്ഞ് കാണാം. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം അതിൻ്റെ ഒരു പോർഷന് പ്രിൻറ്റിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ കീബോർഡിൽ എസ്കേപ്പ് ബട്ടൺ അടിച്ച് നോക്കിയാൽ കാണാം ആ ഒരു ഡോട്ട് വരുന്ന ഭാഗം കണ്ടോ, അത് ഒരു പേജിൻ്റെ ഔട്ട് സൈഡാണ്, പുറത്താണ്. അപ്പോൾ നമുക്ക് ആ പേജിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജിൻ്റെ മാർജിനൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് ഒരു പേജിൽ ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ അതിന് പേജ് ലേ ഔട്ട് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ മാർജിൻ എന്ന് പറഞ്ഞ് കാണാം. ഫസ്റ്റത്തെ മാർജിൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പേജ് ബ്രേക്ക് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം കുറച്ചുള്ളൂ. അതുകൊണ്ട് നമുക്ക് പേജ് മാർജിൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. മാർജിൻസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നാരോ ആക്കി കൊടുക്കുക. നാരോ മാർജിൻ മൂന്നാമത്തെ നാരോ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പേജിൻ്റെ ഇൻക്ലൂഡ് ആവും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി കാണാം ആ ഡോട്ട് പുറത്തേക്ക് പോയി. ഇനി ജസ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജിൽ കറക്റ്റായിട്ട് നമുക്കത് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ വളരെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു ചെറിയ ക്ലാസ് ആയിരുന്നു. അറിയുന്നവർക്ക് ഒക്കെ വളരെ സിമ്പിളായിരിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഇത് അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ. എല്ലാവർക്കും ക്ലാസ് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സായിട്ട് കാണുന്നവരേക്കും സീ യു ബൈ. ഹാവ് എ നൈസ് ഡേ.